പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ്. ഞാൻ രൂക്ഷ വിമർശനമല്ല, ഞാൻ സാമൂഹ്യ സത്യങ്ങൾ പറഞ്ഞതാണ്. അദ്ദേഹം എന്നെ നിരന്തരം വേട്ടയാടുക. ഞാൻ ശ്രീനാരായണ ഗുരുധർമ്മം പ്രചരിപ്പിക്കണം, ഞാൻ അതല്ല ചെയ്യുന്നത് എന്നുള്ള ആക്ഷേപം. മാത്രമല്ല, അദ്ദേഹം 25 കൊല്ലമായി അവിടുത്തെ MLA ആണ്. ഈഴവർ മഹാഭൂരിപക്ഷമുള്ള പാട്ടിൽ നിന്ന് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയും ഈ പറയുമ്പോൾ ഇതെല്ലാം മാത്രമല്ല, നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഞാൻ ഇതുവരെ പറയാതെ വരുന്ന ഒരു സത്യം പറയേണ്ടി വന്ന് എനിക്ക് ദുഃഖമുണ്ട്. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഈ സതീശൻ എന്നെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടൊന്ന് സംസാരിക്കാൻ ഒരവസരം തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വരാം, എൻ്റെ വീട്ടിലേക്ക് വരാം, ആർക്കും വരാം, എന്തും സംസാരിക്കാം. ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു പ്രത്യേക വിരോധവും ഇല്ല. പിന്നെ പ്രശ്നകാലസ്ഥമായി ഞാൻ അഭിപ്രായങ്ങൾ പറയും. ശരി, ഞാനെന്നാ ഒരു ദിവസം വിളിച്ചിട്ട് വീട്ടിലേക്ക് വരും വന്നോന്ന് പറഞ്ഞു. ആ വന്നോന്ന് പറഞ്ഞ് എന്നോട് അങ്ങനെ പറഞ്ഞ ആളാണ് 3 ആഴ്ചയുള്ളത് എന്നെ വിമർശിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അവിടെ ഈ പറഞ്ഞു നിയോജക മണ്ഡലത്തിൽ ജയിക്കുന്നതിൻ്റെതായ അഹങ്കാരം പറഞ്ഞു കേട്ടാൽ അവിടുത്തെ ഈഴവന്റെ എല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, അദ്ദേഹം അവിടെ തോക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്തേ പറയാത്തത്? ഇപ്പൊ ജയിച്ചു എന്ന് പറയുന്നു, തോക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്ര മന്നന്മാരിൽ നിന്ന് മാറാറിക്കൊടുത്ത് പണ്ടത്തെ സുധീരൻ വെല്ലുവിളിച്ച് നടന്നു, അവസാനം തോറ്റുപോയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് വലിയ വിമർശനം നടത്തി എന്നെ വെല്ലുവിളിച്ച ആളിപ്പോ ഇവിടെ ആ നിയോജക മണ്ഡലം നഷ്ടപ്പെട്ടു പോയില്ലേ കോൺഗ്രസ്സുകാർക്ക്. അങ്ങനെ ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് പോകണ്ട. കാരണം എന്നെ എന്തിനു വെല്ലുവിളിക്കുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മാത്രമല്ല, ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാര് കേരളത്തിൽ ഞാൻ കണ്ടവരാണ്. ഇത്രയും പ്രായത്തിലുണ്ട്, ഇത്രയും ദാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും പെരുമാറുന്നതിൽ പ്രതിപക്ഷ നേതാവ് ഞാൻ കണ്ടില്ല. മാത്രമല്ല, അദ്ദേഹം എപ്പോഴും ഒരു ഈഴവ വിരോധം മനസ്സിലാക്കിയിരിക്കുന്നു. KPCC പ്രസിഡന്റായിരുന്ന സുധാകരനെ പറഞ്ഞ് നശിപ്പിച്ച് ആ സ്ഥാനത്ത് നിന്ന് കളഞ്ഞില്ലേ? അതുകൂടാതെ എപ്പോഴും ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയാണല്ലേ പിണറായി വിജയൻ. 2 പ്രാവശ്യം ഇപ്പൊ തുടർ ഭരണം നടത്തി, 3ാമത്തെ തുടർ ഭരണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിണറായി വിജയനോട് ആ പദവിക്ക് ചേരാത്ത വിധത്തില് വിരല് ചൂണ്ടിക്കൊണ്ട് എന്തെല്ലാം വർത്തമാനാണ് പറയുന്നത്. ഒരു പരപക്ഷ ബഹുമാനം വേണ്ടേ? ഇവിടെ രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ. രമേശ് ചെന്നിത്തല ഇവിടെ രാഷ്ട്രീയത്തിൽ തലമൂത്ത നേതാവാണ്. ആ രമേശ് ചെന്നിത്തലയൊന്നും ഇങ്ങനെയൊന്നും സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരായ കോൺഗ്രസ്സുകാരുണ്ട്. ഇതുപോലെ തറ പറയുന്ന ഒരാളെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. അഹങ്കാരത്തിന് മൂത്ത് അദ്ദേഹം ആരോട് എന്തും പറയുക എന്ന് പറഞ്ഞാൽ പറയുന്നതിന് മറുപടി ഞാൻ പറയണ്ടേ? അതെന്റെ കർമ്മവും ധർമ്മവുമാണ്. അതിപ്പോ ഞാൻ പറയും. അതെ, ഞാൻ എന്നാ മുസ്ലിം വിരോധം? ഞാൻ മുസ്ലിം സഹോദരന്മാരായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. അവരെല്ലാം എനിക്ക് വിരോധികളാക്കി പറഞ്ഞ് ഇവരെല്ലാം അവരുടെ സിമ്പതി. ഇവിടെ കോൺഗ്രസിന് അസ്തിത്വം ഇല്ലല്ലോ. അവര് വടക്ക് നോക്കി യന്ത്രമല്ലേ? വടക്കുകാർ പറയുന്നത് എന്ത് നോക്കി അതനുസരിച്ച് ചാടിക്കളിക്കുക കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ലീഗ് പറയുന്നതനുസരിച്ച് ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് അധപ്പതിച്ചില്ലേ? അത് അവര് പറയുന്നതനുസരിച്ച് ചാടിക്കളിക്ക് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കിയാണ്. ഞാൻ ഒരു മുസ്ലിം വിരോധികളല്ല. ഞാൻ എത്രയോ മുസ്ലിങ്ങൾ എന്നോടുകൂടി സഹായിച്ചു ഞങ്ങൾ ഒന്നിച്ചു പോകുന്നു. ഞാൻ ചില സാമൂഹ്യ സത്യങ്ങൾ പറയുമ്പോൾ എന്നെ എന്തിനാണ് മുസ്ലിങ്ങൾ ഇത് ചാടിക്കടിക്കാൻ പറഞ്ഞത്? എന്നെ ചാടിക്കടിക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ നിലപാടുകളിൽ നിന്നൊന്നും മാറത്തില്ല.
മരണത്തെ കണ്ടവനാണ് ഞാൻ, മരണത്തെ മുമ്പിൽ കണ്ടവനാണ് ഞാൻ. ഇനി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞതിൽ നിന്ന് മാറുന്ന പ്രശ്നം ചോദിക്കുന്നില്ല. നിങ്ങളൊരു മനസ്സിലാക്കണം, ഞാൻ സാമൂഹിക സത്യങ്ങളാണ് പറഞ്ഞത്. എന്റെ സമുദായത്തിന് വേദനയും പ്രയാസവും ഞങ്ങൾ അനുഭവിക്കുന്ന അവഗണനയും തുറന്ന് സമൂഹത്തിൽ പറയുകയാണ്. ആരോടുള്ള വിദ്വേഷമില്ല, ഞങ്ങൾക്കൊരു സാമൂഹ്യ നീതി തരണം എന്ന് യാചിക്കുമ്പോൾ അത് ഞാൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനും തകർക്കാനും തളർത്താനും SNDP ഒക്കെ നോക്കിയാൽ തളരില്ല, തകരില്ല. നിങ്ങൾ കണ്ടില്ലേ എത്ര ആളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? ഇതുപോലെ എത്രയോ ആളുകളാണ്, ഞാൻ ആയിരക്കണക്കിന് ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് SNDP യോഗത്തെയോ എന്നെയോ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയിലും അവർ സ്വയം തകരുന്നതല്ലാതെ ഇത് ഗുരുദേവൻ സ്ഥാപിച്ചാണ്. ഇത് ഒരിക്കലും തകർക്കാനോ പിളർക്കാനോ സാധിക്കില്ല. ബാക്കി രാജ്യത്തെ എല്ലാ എത്രയോ പാർട്ടി തളർന്നു പിളർന്നു, പക്ഷേ SNDP ഒന്നും തളരുകയില്ല, പിളരുകയില്ല.